Good morning. In the last session, we have been discussing on the concept of analog data, digital signal. That is, the analog data we are having, the analog data in our hand, and we need to convert it to a digital signal. In that, the first technology we have seen is the pulse code modulation. Okay, pulse code modulation we have already seen, and the second concept is delta modulation. Okay, so analog data, digital signal, we are having two concepts, pulse code modulation and delta modulation. So today we are going to see delta modulation. Before going into the delta modulation, we have to discuss certain problems that is encountered in the pulse code modulation. PCM means pulse code modulation. Okay. So just refresh what is pulse code modulation. This is the pulse code modulation. For each sample we are having, this is the analog signal. We take different samples. For each sample we will be having different binary values. Okay, for this sample we are having the binary value 001. Okay, for this sample we are having 1001. For the third sample we are having 1111. Okay, likewise we will take the entire sample. So here we have taken 1 2 3 the first sample is this one, 1 2 3 4 5 6 7. We have taken 7 samples. So look at here, for each sample, how many bits we have taken? For each sample we have taken 4 bits. Okay, for 7 so for taking the entire samples, for 7 samples it had taken 7 into 4, 28 bits. Okay, so for transmission of this signal we have taken 28 bits. Okay, that is large enough for a digital transmission to get hacked or to get jammed. Okay, if we want to get more accurate signal, we want to transmit more accurate signal, what we do is we will increase the sampling rate. ഇവിടെ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് TS ആണ്. ഓക്കെ, ഇവിടെ സാമ്പിളിംഗ് റേറ്റ്, ഇഫ് യു ആർ ഇൻക്രീസിങ് ദ സാമ്പിളിംഗ് റേറ്റ്, വാട്ട് വി ഡസ് ഫോർ ഈച്ച് സാമ്പിൾസ് വിൽ ബി ഹാവിങ് മെനി വാല്യൂസ്. ഓക്കെ, അങ്ങനെ സാമ്പിളിംഗ് റേറ്റ് കൂട്ടിയതാണ് അതുകൊണ്ട് ഈ ഫിഗർ. ഓക്കെ, കണ്ടോ, ഇവിടെ കണ്ടോ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഈ TS എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ 1 സെക്കൻഡ് ആയിരിക്കും സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ മാറ്റി ചിലപ്പോൾ 0.5 സെക്കൻഡ് ആക്കും. അതായത് 0.5 സെക്കൻഡ്സിൽ വിൽ ബി ടേക്കിംഗ് ഈച്ച് സാമ്പിൾസ്. ഓക്കെ, അതെന്തിന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ ആക്യുറസി ഓഫ് ദ സിഗ്നൽ. ഇത് ഈ സിഗ്നൽ നമ്മൾ തിരിച്ച് റിസീവർ സൈഡിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എഫിഷ്യൻസി, കുറച്ചുകൂടെ ഡാറ്റ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളിംഗ് റേറ്റ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ സിഗ്നലിൽ നമ്മൾ സാമ്പിളിംഗ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾസ് എടുത്തത് വി മേ ഹാവ് ടേക്കൺ സാമ്പിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 സെക്കൻഡ്സ്. ഓക്കെ, ഹിയർ വി ആർ ടേക്കിംഗ് ദ സാമ്പിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 0.5 സെക്കൻഡ്. അതായത് 1 സെക്കൻഡിൽ 2 സാമ്പിൾസ് എടുക്കും. ഇവിടെ 1 സെക്കൻഡിൽ 1 സാമ്പിൾ എടുത്തത്, ഇവിടെ 1 സെക്കൻഡിൽ 2 സാമ്പിൾ വെച്ച് എടുക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ഫോർ ഈച്ച് സാമ്പിൾ ഇറ്റ് ഈസ് ടേക്കിംഗ് 4 ബിറ്റ്സ്. ഓരോ സാമ്പിളും റെപ്രസെൻറ്റ് ചെയ്യാൻ വി ആർ ടേക്കിംഗ് 4 ബിറ്റ്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സാമ്പിൾസ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു 100 സാമ്പിൾസ് ഉണ്ടെങ്കിൽ വി ആർ ഹാവിങ് 100 സാമ്പിൾസ്, ദർ വിൽ ബി ഹൗ മെനി ബിറ്റ്സ് വിൽ ബി റിക്വയർഡ്? 400 bits will be required. Okay, this is actually creates a congestion in the digital transmission. Okay, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വി ആർ കമ്മിങ് ഇൻ ടു ദ ഡെൽറ്റ മോഡുലേഷൻ കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ്റെ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കിയല്ലോ. പ്രോബ്ലം വിത്ത് പൾസ് കോഡ് മോഡുലേഷൻ എന്താണ്? Pulse code modulation finds the value of the signal amplitude for each signal amplitude for each sample. ഓക്കെ, അതായത് ഓരോ സാമ്പിളിനും ഓരോ ബൈനറി വാല്യൂസ് ആണ് അല്ലേ? ഓരോ സാമ്പിളിനും ഫോർ ഈച്ച് സാമ്പിൾ വി ആർ ഹാവിങ് സെപ്പറേറ്റ് ബൈനറി വാല്യൂസ്. ഓക്കെ, മെനി ബിറ്റ്സ് ആർ റിക്വയർഡ് ടു റെപ്രസെൻറ്റ് ഈച്ച് സാമ്പിൾ. ഒരു സാമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വി ആർ ടേക്കിംഗ് മെനി ബിറ്റ്സ്. ഹിയർ ഇറ്റ് ഈസ് 4. ദർ മേ ബി 5 or 6 or 8 bits. Up to 8 bits we can take. Okay, so many bits are required to represent each sample. If many such samples are present, then huge amount of bits will be transmitted through the medium, which can cause congestion. അപ്പോൾ നമുക്ക് ഒരുപാട് സാമ്പിൾസ് ഉണ്ടെങ്കിൽ എന്താണ്, വിൽ ബി transmitting huge number of bits. Okay, very huge number of bits will be transmitted through the transmission medium, which can cause congestion.
Clear? This is the main disadvantage of pulse code modulation. Okay. അത് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രോബ്ലം ദാറ്റ് ഈസ് സീൻ ഇൻ PCM ഓർ വൈ വി ആർ സ്വിച്ചിങ് ഓവർ ടു ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ. സോ ഇൻ PCM ഈച്ച് സാമ്പിൾ ഇറ്റ് ഈസ് മാപ്ഡ് ടു binary values and each sample will be represented by many bits, not a single bit. 4 or 5 or 6 or many bits are used to represent a single sample. Okay. So in that case, a large number of bits will be transmitted at a time in the medium, which can cause congestion. This is the main problem seen in the pulse code modulation. Now we are coming into the concept of delta modulation. Since we are having this disadvantage of pulse code modulation, we are switching over to delta modulation. Okay. So with delta modulation, a analog signal, an analog input is approximated by a staircase function that moves up or down by a quantization level at each sampling interval Ts. അതായത് ഈ ഡെൽറ്റ മോഡുലേഷൻ നമ്മളൊരു ആനലോഗ് സിഗ്നൽ ഇറ്റ് ഈസ് ആക്ച്വലി ആനലോഗ് സിഗ്നൽ ദി സാമ്പിൾസ് ആർ ക്രിയേറ്റഡ് ബൈ യൂസിങ് എ സ്റ്റെയർ കേസ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റെയർ കേസ് ഫംഗ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെയർ കേസ് ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് വി ആർ ക്രിയേറ്റിംഗ് ദ സാമ്പിൾസ് ഫ്രം ദ ആനലോഗ് സിഗ്നൽ. അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റെയർ കേസ്, വാട്ട് യു മീൻ ബൈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് വി ക്യാൻ മൂവ് അപ്പ് ആൻഡ് കം ഡൗൺ. ഓക്കെ, വി ക്യാൻ ഗോ അപ്പ് ആൻഡ് കം ഡൗൺ. അതാണ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സ്റ്റെയർ കേസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ മൂവ് അപ്പ് ആൻഡ് ഡൗൺ ബൈ എ പർട്ടിക്കുലർ ലെവൽ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഒരു ഓരോ സ്റ്റെപ്പിനും എന്താണ്, ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്പുകൾ പലതും പല ഹൈറ്റിന് വയ്ക്കത്തില്ല, നമ്മൾ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ സ്റ്റെയർ കേസ് ഫംഗ്ഷന്, ഓരോ സ്റ്റെയർ കേസ് ഫംഗ്ഷനും ഇറ്റ് ഈസ് ഹാവിങ് എ യൂണിഫോം ലെവൽ ഓർ എ ഹൈറ്റ്. ഓക്കെ, ആ ലെവൽ അല്ലെങ്കിൽ ആ ഹൈറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ലെവൽ. ഓക്കെ, ആൻഡ് അറ്റ് ഈച്ച് സാമ്പിളിംഗ് ഇൻ്റർവൽ, അതായത് ഈ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്സും എത്ര ടൈമിലാണ് എടുക്കുന്നത്, ഈ സാമ്പിൾസ് എത്ര ടൈമിലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് സാമ്പിളിംഗ് ഇൻ്റർവൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പിൾസ് 1 സെക്കൻഡിലാണ് ഒരു സാമ്പിൾ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു ടൈമാണ് ഈ പറഞ്ഞ സാമ്പിളിംഗ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് 3 കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, an analog input is approximated അല്ലെങ്കിൽ it is created by a staircase function. Okay, it is created by a staircase function that can move up and down. Okay, മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം. ഓക്കെ, മുകളിലോട്ടും താഴോട്ടും പോകുന്നതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഹൈറ്റ് ഈസ് ദ ക്വാണ്ടൈസേഷൻ ലെവൽ. Okay, that must be uniform for a particular signal. Okay, and at each sample level, അത് എത്ര സമയത്താണ് മുകളിൽ പോകേണ്ടത്, ഏത് സമയത്താണ് താഴെ വരേണ്ടത് എന്നുള്ളതാണ് സാമ്പിളിംഗ് ഇൻ്റർവൽ, അല്ലെങ്കിൽ ആ സാമ്പിൾസ് എടുക്കേണ്ട സമയം, സാമ്പിൾസ് ഏത് ടൈമിലാണ് സാമ്പിൾസ് എടുക്കേണ്ടത് എന്നുള്ളതാണ് സാമ്പിളിംഗ് ഇൻ്റർവൽ. Okay, this is the main concept. Now let us move into the figure. By looking at the figure you can understand clearly. So this is a step function. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് പോലെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ കമ്പയർ ദ ആനലോഗ് സിഗ്നൽ വിത്ത് ദ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് സ്റ്റെപ്പ് വാല്യൂ. ഇവിടെ ഈ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഇനിഷ്യൽ വിൽ ബി ടേക്കിംഗ് എ സ്റ്റെപ്പ് വോൾട്ടേജ്. ഓക്കെ, ലൈക്ക് ദിസ്, ആൻഡ് ദിസ് സ്റ്റെപ്പ് വോൾട്ടേജ് ഈസ് കമ്പയർഡ് വിത്ത് ദ ആനലോഗ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുകയാണ് when we compare it, this analog signal is moving up. ഓക്കെ, അതായത് ആംപ്ലിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇതിന് മനസ്സിലാവും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കമ്പയർ ചെയ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുകയാണെങ്കിൽ ദ സ്റ്റെപ്പ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് 1 സ്റ്റെപ്പ് അപ്വേർഡ്. ഓക്കെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകും. ആ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് എത്ര, അതിൻ്റെ ഹൈറ്റ് എന്താണ്, അതാണ് ഈ പറഞ്ഞ ഡെൽറ്റ. ഓക്കെ, സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. ഓക്കെ, സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ മൂവ്മെൻ്റ് ആയിരിക്കും, അത്ര ഹൈറ്റിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഹൈറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ്. ഓക്കെ, സോ ദ ഡെൽറ്റ മോഡുലേഷൻ, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെൽറ്റ മോഡുലേഷൻ മീൻസ് ദാറ്റ് ഇറ്റ് കമ്പയർസ് ദ ആനലോഗ് സിഗ്നൽ വിത്ത് ദ സ്റ്റെപ്പ് വോൾട്ടേജ് ഓർ ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ. At each level, the step function or the step value is compared with the analog signal. When it finds that the amplitude is increasing or the signal is increasing, then it will be incremented by 1 step. Again, the step function or the step value is compared with the
analog signal at that point. ആ പോയിന്റിലുള്ള അനലോഗ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മൂവിങ് അപ്പ്. സോ അഗെയിൻ ഇറ്റ് മൂവ്സ് അപ്പ്, ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകും. അഗെയിൻ ദിസ് സ്റ്റെപ്പ് വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് ദ അനലോഗ് സിഗ്നൽ, ഇറ്റ് ഈസ് മൂവിങ് അപ്പ്. സോ അഗെയിൻ ഇറ്റ് മൂവ്സ് അപ്പ്. Again this step value compares with the analog signal, it is moving up. Okay, again it compares here, it is moving up. Again it compares it is moving up. Okay, look at here. Now this step value compares with the analog signal. It sees that the voltage and amplitude is decreasing. Okay, അതിന് മനസ്സിലായി ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. Again this step value, little step voltage, it compares with the analog signal. It finds that the amplitude is decreasing or the signal is coming down. Then it will step down. Again this step value compares with the analog signal. It is coming down, so the step will come down. Okay, again this step value compares with the analog signal. It comes down. Okay, അങ്ങനെ ഇവിടെ എത്തി. Clear? ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും it compares with the analog signal. It finds that the amplitude is increasing. Okay, so it moves up. So the step will moves up by incremented by a delta value, or the step will move up. Again this step compares with the analog signal. It finds that the signal or the amplitude is increasing, so it moves up. So this is the concept of എന്താണ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് ഈ സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് സൈസ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റെപ്പ് സൈസ് എന്ന് പറയും. ക്ലിയർ? സ്റ്റെപ്പ് സൈസ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. ക്ലിയർ? അപ്പോൾ എത്ര സമയത്താണ് സാമ്പിൾസ് എടുക്കുന്നതിൻ്റെ ടൈമാണ് ഈ പറഞ്ഞ TS. സാമ്പിളിംഗ് ടൈം ഈസ് ദ T. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ മാപ്പ് ചെയ്യും. Okay, this samples we have taken, or the step function we have created is mapped to each binary value. Step increasing ആണെങ്കിൽ we will be putting binary 1 value. Okay, അപ്പോൾ ആദ്യം നമ്മൾ initially step value was 0. When it was increased, when we find that it is increasing, we will put binary value 1. അപ്പോൾ ഇവിടെ ഇൻക്രീസ് കണ്ടുകൊണ്ട് binary value 1, ഇവിടെ ഇൻക്രീസ് കണ്ടു binary value 1. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇവിടം വരെ എത്തി. പിന്നെ എന്താണ്, then we found that it is decreasing, step is coming down, so the value is 0. Now again here it is coming down, so the value is 0, coming down, value 0, coming down, value 0, coming down, value 0. Okay, at reach here. Then again we find that the step is increasing, so the value is 1. Again it is increasing, value is 1. Okay, so this is the main concept of delta modulation. Okay, delta modulation. This is another figure. Okay, these figures are taken from two different textbooks. This is one textbook and this is another textbook. Okay, this is the Williams-Stein's textbook. The figure is actually quite descriptive compared to this one. Okay, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. സെയിം തന്നെയാണ് അനലോഗ് സിഗ്നൽ ഇതുപോലെ ഉണ്ട്. Okay, this is the staircase function or the step function. Staircase functions ഉണ്ട്, തന്നിട്ടുണ്ട്. Okay, അപ്പോൾ ഇതിനെ നമുക്ക് സ്റ്റെയർകേസ് ഫംഗ്ഷൻ എന്നും വിളിക്കാം, സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും വിളിക്കാം. ഓക്കെ, സ്റ്റെയർകേസ് ഫംഗ്ഷൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ഇറ്റ് കമ്പയർസ് ഈച്ച് സ്റ്റെപ്പ് ഈസ് കമ്പയർഡ് വിത്ത് ദ അനലോഗ് സിഗ്നൽ. വെൻ ഇറ്റ് ഫൈൻസ് ആൻ ഇൻക്രീസിംഗ് ഇൻ ദ ആംപ്ലിറ്റ്യൂഡ് ദ സ്റ്റെപ്പ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് ഡെൽറ്റ സ്റ്റെപ്പ് സൈസ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ ദ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഇത് ഇൻക്രീസ് കണ്ടപ്പോഴത്തേക്കും ഉടനെ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്തു, സ്റ്റെപ്പ് കയറി ഇവിടം വരെ എത്തി. ഓക്കെ, ഇവിടെ ഇറ്റ് ഈസ് അഗെയിൻ കമ്പയർഡ് വിത്ത് ദ analog signal. It finds that the signal is amplitude is decreasing, so it steps down. Okay, അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇതുവരെ എത്തി. ഓക്കെ, പിന്നെ വീണ്ടും ഇത് സ്റ്റെപ്പ് ആംപ്ലിറ്റ്യൂഡ് കൂടുന്നുണ്ടപ്പോഴത്തേക്കും സ്റ്റെപ്പ് കൂട്ടി. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് വാല്യൂ, the step function or the steps, the binary value is actually mapped. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഫംഗ്ഷനും ഓരോ സാമ്പിളിലുള്ള സ്റ്റെപ്പ് ഫംഗ്ഷന് നമ്മൾ ഓരോ ബൈനറി വാല്യൂ ആണ് കൊടുക്കുന്നത്, ഓരോ ബിറ്റാണ് കൊടുക്കുന്നത്, സിംഗിൾ ബിറ്റിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇത് 1 1 1 1 1. ഓക്കെ, മുകളിലോട്ട് പോകുന്നതെല്ലാം 1, താഴോട്ട് വരുന്നതെല്ലാം നമ്മൾ 0 വെച്ച് മാപ്പ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം 0. ഓക്കെ, അഗെയിൻ ഇവിടെ വീണ്ടും മുകളിലോട്ട് 1 കയറി, അപ്പം ഇവിടെ 1, വീണ്ടും താഴോട്ട് വന്നു 1 0. ഓക്കെ, വീണ്ടും മുകളിലോട്ട് താഴോട്ട് അങ്ങനെ വന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തു.
സോ ദിസ് ഈസ് ദ ഡെൽറ്റ മോഡുലേഷൻ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ആനലോഗ് സിഗ്നലിനെ, നമ്മളൊരു ആനലോഗ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റി. ഇനി ഈ ഡിജിറ്റൽ സിഗ്നലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡിജിറ്റൽ സിഗ്നലാക്കി എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു ആനലോഗ് സിഗ്നൽ എടുക്കുന്നു, അതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഫംഗ്ഷനും കൂടെ നമ്മൾ കൊടുക്കുന്നു. ആ സ്റ്റെയർ കേസ് ഫംഗ്ഷൻ ഓരോ സ്റ്റെപ്പിലും ഓരോ ലെവലിലും എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ ആനലോഗ് സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽ ഇൻക്രീസ് ചെയ്യണമെന്ന് കാണിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ ഡെൽറ്റ, സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ. ഓക്കെ, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയാണെന്ന് കാണണമെങ്കിൽ ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ, അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഫംഗ്ഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ഡെൽറ്റ. Okay, so this is the concept. Clear? Now we can see the theoretical part. At each sampling time, the analog input is compared to the most recent value of the staircase function. Okay, ഓരോ സാമ്പിളിംഗ് ടൈമിലും ഓരോ ടൈമിലും the analog input is compared to the most recent value of the staircase function. അല്ലെങ്കിൽ analog input is compared with the staircase function. ഓരോ സാമ്പിൾസ് നമ്മൾ പറഞ്ഞ പോലെ ഇത് ഓരോ ടൈമിലും this is one sampling time. ഇത് ഒരു സാമ്പിളിംഗ് ടൈമാണ്. ഈ സാമ്പിളിംഗ് ടൈമിൽ ആനലോഗ് ഇൻപുട്ടും ആ സമയത്തുള്ള ആനലോഗ് ഇൻപുട്ടും നമ്മുടെ സ്റ്റെയർ കേസ് ഫംഗ്ഷനും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സ്റ്റെയർ കേസ് ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് ഇൻക്രീസിങ് ആണെന്ന് കാണണമെങ്കിൽ ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലെവൽ. അടുത്ത ടൈം ഇതാണ്, അടുത്ത സാമ്പിളിംഗ് ടൈം ഇതാണ്. ആ സാമ്പിളിംഗ് ലെവൽ ഈ ആനലോഗ് സിഗ്നലും ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അടുത്ത സാമ്പിളിംഗ് ടൈം ഇതാണ്, അത് നമ്മുടെ ഈ ആനലോഗ് സിഗ്നലും ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ആ കറസ്പോണ്ടിങ് ടൈമിലുള്ള സ്റ്റെപ്പ് ഫംഗ്ഷനും ആനലോഗ് ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്യും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അറ്റ് ഈച്ച് സാമ്പിളിംഗ് ടൈം ദി ആനലോഗ് ഇൻപുട്ട് ഈസ് കമ്പയർഡ് ടു ദ മോസ്റ്റ് റീസെൻറ്റ് വാല്യൂ ഓഫ് ദ approximate staircase function. If the value of the sampled waveform exceeds that of the staircase function, the staircase value will be incremented by delta. ഓക്കെ, അപ്പോൾ വേവ്ഫോം നമ്മൾ ഇൻക്രീസ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റെയർ വാല്യൂ വിൽ ബി ഇൻക്രിമെൻറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ the waveform is exceeding or waveform is increasing or the amplitude is increasing in the waveform, then the staircase value or the staircase value will be or the staircase function or the staircase value will be incremented by delta. Okay, ആ ഡെൽറ്റ വാല്യൂ വെച്ചിട്ട് നമ്മളത് ഇൻക്രീസ് ചെയ്യും. ഡെൽറ്റ ആണ് നമ്മളെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അത്രയും സൈസിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ സാമ്പിൾ എടുക്കുക, ഈ സാമ്പിൾ ടൈമിൽ നമ്മൾ ഈ ആനലോഗ് ഇൻപുട്ടും നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്യും. അത് ഇൻക്രീസ് ആണെന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഇതിന് എന്ത് ചെയ്യുന്നത്, സ്റ്റെയർ കേസിന് ഡെൽറ്റ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യും അല്ലേ. ഡെൽറ്റ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു പടി നമ്മൾ മുകളിലോട്ട് കയറും എന്നർത്ഥം. ഓക്കെ, അതാണ് ഈ പറയുന്നത്. A 1 is generated if the staircase function is to go up during the next interval and 0 is generated otherwise. ഓക്കെ, മനസ്സിലായില്ലേ? സ്റ്റെയർ കേസ് മുകളിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ 1 ആയിട്ട് മാപ്പ് ചെയ്യും. സ്റ്റെയർ കേസ് താഴോട്ട് പോകണമെങ്കിൽ അതിനെ നമ്മൾ 0 ആയിട്ട് മാപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. A 1 is generated if the staircase function is going up. Okay, and 0 is generated, the staircase is coming down, staircase function is coming down during the next interval അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഓരോ ടൈമിലും അതിൻ്റെ സ്റ്റെപ്പ് എങ്ങോട്ടാണെന്നുള്ള നോക്കിയിട്ട് നമ്മളത് ബൈനറി വാല്യൂസ് നമ്മൾ മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ടൈമിലുള്ള ഓരോ സാമ്പിളിംഗ് ടൈമിലുള്ള സ്റ്റെയർ കേസ് ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാപ്പ് ടു എ സിംഗിൾ ബിറ്റ് അല്ലേ. സിംഗിൾ ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. ദ സ്റ്റെയർകേസ് ഈസ് ഓൾവേസ് ചേഞ്ച്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. ഒബ്വിയസ്ലി സ്റ്റെയർകേസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഇൻപുട്ടിൻ്റെ സിഗ്നൽ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡെൽറ്റ മോഡുലേഷൻ പ്രോസസ് ഈസ് ദെയർഫോർ എ ബൈനറി സീക്വൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ റിസീവർ ടു റീകൺസ്ട്രക്ട് ദ സ്റ്റെയർകേസ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, എ ബൈനറി വാല്യൂ. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റിസീവർ സൈഡിൽ ഇത് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിന്ന് അവർ ഈ ഒരു ആനലോഗ് സിഗ്നൽ അവർ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. ഓക്കെ, ഈ സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിഗ്നൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സംഭവമാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ സംഭവം ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവർ സൈഡിൽ എത്തുമ്പോഴത്തേക്കും
ഇതിനെ അവർ റീകൺസ്ട്രക്റ്റ് ചെയ്ത് ഒരു അനലോഗ് സിഗ്നലാക്കി മാറ്റും. ഓക്കെ, ക്ലിയർ? There are two important parameters in the delta modulation scheme. എന്താണ്? The step size and the sampling rate. ഓക്കെ, സാമ്പിളിംഗ് റേറ്റ് ടി ആണെന്നും പറയാം. ഓക്കെ, ദ സ്റ്റെപ്പ് സൈസ് എന്താണ്? ഓരോ സ്റ്റെപ്പിൻ്റെയും സൈസ്, എത്ര സൈസ് വെച്ചിട്ടാണ് സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റെപ്പ് സൈസ്. ദ സൈസ് ഓഫ് ദ സ്റ്റെപ്പ് അസൈൻസ് ടു ഈച്ച് ബൈനറി ഡിജിറ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ. ഓക്കെ, ദ ടി ഈസ് ദ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, ഇപ്പോൾ ടി എന്ന് പറഞ്ഞാൽ മതി. ടി ഈസ് ദ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, എത്ര സാമ്പിൾസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ ടി എസ് എന്ന് വേണമെങ്കിൽ പറയാം. ടി എസ് ഈസ് ദ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെൽറ്റ മോഡുലേഷൻ. പിന്നെ ഈ ഫിഗറിൽ നമ്മൾ ഒരു രണ്ട് എറേഴ്സ് നമുക്ക് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ലോപ്പ് ഓവർലോഡ് നോയ്സ് ആൻഡ് ക്വാണ്ടൈസേഷൻ നോയ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആനലോഗ് സിഗ്നലും നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷനും അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ലോ ആണെങ്കിൽ അത് നമ്മൾ ക്വാണ്ടൈസേഷൻ നോയ്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നമ്മുടെ ആനലോഗ് സിഗ്നൽ ഇവിടെ കിടക്കുന്നു, അതിൻ്റെ സ്റ്റെയർ കേസ് ഫംഗ്ഷൻ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ആനലോഗ് സിഗ്നൽ എക്സീഡ് ചെയ്യണം, സ്റ്റെയർ കേസ് ഫംഗ്ഷനെ കാട്ടി എക്സീഡ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ സ്ലോപ്പ് ഓവർലോഡ് നോയ്സ് എന്ന് പറയും. ഓക്കെ, അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. വെൻ ആൻ ആനലോഗ് വേവ് ഫോം ഈസ് ചേഞ്ചിങ് വെരി സ്ലോലി, then there will be quantization noise. Okay, this noise increases as delta increases. Delta increase ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ക്വാണ്ടൈസേഷൻ നോയ്സും ഇൻക്രീസ് ചെയ്യും. ആണല്ലോ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് സൈസാണ്. സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ക്വാണ്ടൈസേഷൻ നോയ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് കൂടുന്നതനുസരിച്ച് ക്വാണ്ടൈസേഷൻ നോയ്സ് കൂടുമ്പോഴത്തേക്ക് ഇത് താഴോട്ട് വരുമല്ലോ. ഓക്കെ, അതാണ് കോൺസെപ്റ്റ്. Then on the other hand, when the analog waveform is changing more rapidly than the staircase, then it is known as slope overload noise. Okay, ഇവിടെ ആനലോഗ് നോയ്സ് എന്താണ്? ആനലോഗ് സിഗ്നൽ എന്താണ്? It is moving far away from the step function or the staircase function. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്ലോപ്പ് ഓവർലോഡ് നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻ ഇതാണ്, നിങ്ങളിത് പറഞ്ഞാൽ മതി. When the analog waveform is changing more rapidly compared to the staircase function, then it is known as slope overload noise. Okay, when the analog signal is changing very slowly compared to the staircase function, then it is known as what? Quantization noise. Okay, so the quantization noise will be increasing. Quantization noise will be increased as the step size is increased. Okay, now the slope overload noise will be increased when the step size is decreased. Okay, ഇത് സ്ലോപ്പ് ഓവർലോഡ് നോയ്സ് കൂടുന്ന എപ്പോഴാണ്? സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, the noise is increased as the delta is decreased. This is the concept. These are the two types of errors that can occur in the delta modulation scheme. So this is the block diagram for the transmission part in the delta modulation. So let us discuss in detail. Here the analog input at a particular time, the analog input is taken. Okay, at a particular sampling time, a particular analog input is taken. It is compared with the staircase function at that particular time. Okay, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു. It is compared using a comparator circuit. The output of the comparator circuit is either binary 1 or 0. ഇതെങ്ങനെയാണ് 1ഉം 0ഉം കിട്ടുന്നത്? എങ്ങനെയാണ്? How we are getting 1? If the analog input is greater compared to the staircase function, the output will be 1. The analog input is less compared to the staircase function, the binary output will be 0. Okay, so based on these binary inputs, we will be creating the next level staircase function. If the binary input is 1, the staircase function will be incremented by delta value plus delta. If the staircase function is 0, binary output is 0, then the staircase function is decremented by delta. Okay, this is what happening here. So based on this, it will be reconstruct the waveform. Okay, waveform reconstruct team. Then
എ ഡിലേ ഓഫ് ടൈം, ആഫ്റ്റർ എ ഡിലേ ഓഫ് ടൈം, ഡിലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എ സെപ്പറേറ്റ് ഡിവൈസ് ഹിയർ. ഒരു ഡിലേ ക്രിയേറ്റ് ചെയ്യുന്നു ആഫ്റ്റർ 1 ഡിലേ ഓഫ് ടൈം, അതായത് അടുത്ത ടൈമിൽ എന്ത് ചെയ്യുന്നു, എഗെയിൻ ദ കമ്പാരിസൺ സ്റ്റാർട്ട്സ് അല്ലേ. നെക്സ്റ്റ് ലെവലിലുള്ള ആനലോഗ്, നെക്സ്റ്റ് ഡിലേയിൽ ഉണ്ടാവുന്ന ടൈമിലുള്ള സാമ്പിളിംഗ് ടൈമിലുള്ള ആനലോഗ് ഇൻപുട്ട് ഈസ് അഗെയിൻ കമ്പയർഡ് വിത്ത് ദ നെക്സ്റ്റ് ലെവൽ staircase function. Okay, this will happen in a continuous manner. This is what happening in the transmission part. Okay, transmission part of the pulse code modulation. Okay, so this binary output is transmitted and this binary output will be received by the receiver. Okay, ഇപ്പോൾ നമുക്ക് റിസീവറിൽ അത് കിട്ടി. ഇപ്പോൾ റിസീവർ സൈഡിൽ ഈ നേരത്തെ അയച്ച ബൈനറി ഔട്ട്പുട്ടാണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ദേ വിൽ റീകൺസ്ട്രക്ട് ദ വേവ് ഫോം എഗെയിൻ ബേസ്ഡ് ഓൺ ദിസ് ഡെൽറ്റ വാല്യൂ. 1 ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ വാല്യൂ വെച്ചിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കും. പിന്നെ 0 ആണെങ്കിൽ മൈനസ് ഡെൽറ്റ വെച്ചിട്ട് വീണ്ടും അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുത്ത് പുതിയൊരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ബൈനറി ഇൻപുട്ട് 1 ആണെങ്കിൽ യൂസിങ് പ്ലസ് ഇറ്റ് യൂസ് പ്ലസ് ഡെൽറ്റ വാല്യൂ, ഡെൽറ്റ പ്ലസ് വെച്ചിട്ട് പ്ലസ് ഡെൽറ്റ വാല്യൂ വെച്ചിട്ട് ദേ വിൽ ക്രിയേറ്റ് ദ സ്റ്റെയർകേസ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അഗെയിൻ അനദർ ദേ വിൽ ക്രിയേറ്റ് എ ഡിലേ ഓഫ് ടൈം. ഓക്കെ, റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ടൈമിലുള്ള വേവ് ഫോമിൽ റീകൺസ്ട്രക്ട് ചെയ്തിട്ട് അടുത്ത ടൈം ഉണ്ടാക്കാൻ ഡിലേ ഓഫ് 1 ടൈം യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡിലേ ടൈമിൽ ഇത് കൺസ്ട്രക്ട് ദ നെക്സ്റ്റ് ലെവൽ വേവ്. ഓക്കെ, അപ്പോൾ അടുത്ത ഡിലേ ഓഫ് ടൈമിൽ എഗെയിൻ വിൽ ടേക്ക് ദ ഇൻപുട്ട് 1 ആണെങ്കിൽ പ്ലസ് ഡെൽറ്റ വെച്ചിട്ട് ആ സ്റ്റെപ്പ് സൈസ് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, വീണ്ടും അടുത്ത ലെവൽ നോക്കും. അങ്ങനെ ചെയ്താണ് ഓരോ ലെവലിൽ ഉള്ള ഔട്ട്പുട്ട് എടുത്ത് വെച്ചിട്ട് ദേ വിൽ റീകൺസ്ട്രക്ട് ദ വേവ് ഫോം ആൻഡ് ഫൈനലി ഇറ്റ് ക്രിയേറ്റ് എ ആനലോഗ് സിഗ്നൽ. ഓക്കെ, ദീസ് ആർ ദ ബ്ലോക്ക് ഡയഗ്രാംസ് ഓഫ് ദ during the transmission and the reception in the delta modulation. ഡെൽറ്റ മോഡുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ഡെൽറ്റ മോഡുലേഷൻ, വൈ വി ആർ യൂസിങ് ദ ഡെൽറ്റ മോഡുലേഷൻ, വാട്ട് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ പൾസ് കോഡ് മോഡുലേഷൻ. ഓക്കെ, ഡ്യൂ ടു വിച്ച് റീസൺ വി ആർ സ്വിച്ചിങ് ഓവർ ടു ഡെൽറ്റ മോഡുലേഷൻ. പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്യാതെ എന്തുകൊണ്ട് നമ്മൾ ഡെൽറ്റ മോഡുലേഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ ക്വാണ്ടൈസേഷൻ നോയ്സ് എന്താണ്, സ്ലോപ്പ് ഓവർഫ്ലോ നോയ്സ് എന്താണ് എന്നുള്ളത് ചോദിക്കും. പിന്നെ 2 പാരാമീറ്റേഴ്സ് എന്താണെന്ന് ചോദിക്കും. 2 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഇൻ ഡെൽറ്റ മോഡുലേഷൻ. നമ്മുടെ സ്റ്റെപ്പ് സൈസ്, സ്റ്റെയർകേസ് ഫംഗ്ഷൻ്റെ സ്റ്റെപ്പ് സൈസ്, എത്ര സൈസ് വെച്ചിട്ടാണ് സ്റ്റെയർകേസ് കെട്ടിപ്പൊക്കേണ്ടതെന്നുള്ളത്, അതാണ് ഡെൽറ്റ എന്നുള്ളത്. പിന്നെ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, സാമ്പിളിംഗ് റേറ്റ് എത്ര സാമ്പിൾസ് എടുക്കണമെന്നുള്ളത്. ഓക്കെ, അതിന് നമ്മൾ TS എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, TS എന്ന് പറഞ്ഞാലും മതി. ദാറ്റ് ഈസ് TS അല്ല, TR, ദാറ്റ് ഈസ് എ സാമ്പിളിംഗ്, അല്ലെങ്കിൽ SR. ഓക്കെ, SR അല്ലെങ്കിൽ TR എന്ന് പറഞ്ഞാലും മതി. ദാറ്റ് ഈസ് എ സാമ്പിളിംഗ് റേറ്റ്. ക്ലിയർ? അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡെൽറ്റ മോഡുലേഷൻ, ദിസ് ഡെൽറ്റ മോഡുലേഷൻ ആൻഡ് പൾസ് കോഡ് മോഡുലേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഏത് ടൈപ്പ് ഓഫ് മോഡുലേഷനാണ്? ആനലോഗ് സിഗ്നൽ, ആനലോഗ് ഇൻപുട്ട് ഡിജിറ്റൽ സിഗ്നൽ അല്ലേ. ആനലോഗ് ഇൻപുട്ട് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് പൾസ് കോഡ് മോഡുലേഷനും ഡെൽറ്റ മോഡുലേഷനും. ഓക്കെ, പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.